നമസ്കാരം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നവ്യ നായർ പറഞ്ഞതാണ് നന്ദനം സിനിമയിൽ. പൃഥ്വിരാജും നവ്യ നായരും ചേർന്ന് അഭിനയിച്ച നന്ദനം സിനിമയിലെ ഒരു ഡയലോഗ്. എന്നാൽ ആ ഡയലോഗ് ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ടായി. നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത്തരത്തിലൊരു FB പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് കഴിഞ്ഞ 7 ദിവസമായി ഞാനും എന്റെ സഹപ്രവർത്തകരും വയനാട് ഉണ്ടായിരുന്നു. ഞങ്ങളെ ആരും കാണാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും മുഖം കൊടുത്തില്ല, ഒരു ക്യാമറക്കും ഞങ്ങൾ മുഖം കൊടുത്തില്ല, നിന്നുകൊടുത്തില്ല. കഴിഞ്ഞ 7 ദിവസമായി അവിടെ കരയുന്നവരെ ആശ്വസിപ്പിക്കാനും കണ്ണീരൊപ്പാനും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതാ പിടിച്ചോ, ഒരു 15ഓളം ഫോട്ടോയും ഒരു കുറിപ്പും. കെ സുരേന്ദ്ര വല്ലാത്ത ഒരു പ്രഹസനമായി പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ വല്ലാതെ വിഷമത്തിലായിരുന്നു. വയനാട് നമ്മുടെ സഹജീവികളായിട്ടുള്ള ആളുകൾ വലിയ ദുരിതത്തിലകപ്പെട്ടപ്പോൾ മലയാളികൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു, അവരോടൊപ്പം കരയുകയായിരുന്നു. പ്രായമായവരും ചെറിയ കുട്ടികളും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഉടുക്ക പൊട്ടിച്ച് അവരെ സഹായിക്കാൻ തയ്യാറായി. ആ സമയത്തൊക്കെ നിങ്ങളും നിങ്ങളുടെ ആളുകളും സഹായിക്കുന്നവരെ മുടക്കാനും അതുപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും തടയാനും ഒക്കെ മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യം മലയാളികൾ മൊത്തത്തിൽ കണ്ടതാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ വന്ന് പറയുന്നു ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. മാധ്യമങ്ങൾ നിങ്ങളെ മാത്രം കണ്ടില്ല. എന്തായാലും നിങ്ങൾ ഒരുപാട് ഫോട്ടോകൾ പങ്കുവച്ചിട്ടുണ്ട് വയനാട് ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി. ഈ ഫോട്ടോയിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഒരു സേവാഭാരതിക്കാരനും വരുന്നു കാണുന്നില്ല. നിങ്ങളുടെ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചില പോലീസ് ഓഫീസർമാരുമായി നിങ്ങൾ മുഖത്തോട് മുഖം നിൽക്കുന്ന ഫോട്ടോയുണ്ട്. ചില സൈനിക ഉദ്യോഗസ്ഥരുമായി നിങ്ങൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൈകൊടുക്കുന്ന ചില ഫോട്ടോകളുണ്ട്. മാത്രമല്ല, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ നിങ്ങൾക്ക് അഭിമുഖമായി, അദ്ദേഹം അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്, അദ്ദേഹം നിങ്ങൾക്ക് മുഖാമുഖം നിൽക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഒരൊറ്റ സ്ഥലത്ത് പോലും ഒരു RSSകാരനോ ഒരു BJPക്കാരനോ അല്ലെങ്കിൽ ഒരു സേവാഭാരതിക്കാരനോ നിങ്ങളെ സ്വീകരിക്കുന്നതോ നിങ്ങൾക്ക് കൈത്തരാനോ നിങ്ങളുമായി സംസാരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ഫോട്ടോയും എവിടെയും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വല്ലാതെ നാണക്കേടായി പോയി സുരേന്ദ്ര. നിങ്ങളൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകാമോ? നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു ഉളുപ്പ് വേണം. നിങ്ങൾ ഒരുപാട് കാലമായി വിവരക്കേടുകളും അതുപോലെ തന്നെ ആളുകൾക്ക് ട്രോളാൻ പാകത്തിലുള്ള പല കമന്റുകളും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. ഇതിവിടെ ദുരന്തമുഖത്ത് നിങ്ങൾ ആളാകുന്നതിന് വേണ്ടി സൺഗ്ലാസ് ഒക്കെ വെച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ നല്ല വെട്ടുപ്പായി തേച്ച് ഷർട്ടും മുണ്ടുമൊക്കെ ഉടുത്ത് നിങ്ങളിങ്ങനെ ആളായി നടക്കുന്നത് കാണുമ്പോൾ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? എന്തായാലും ജനം നിങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടിയ ഒരു രാജാവാണ്. നിങ്ങളുടെ ആളുകൾ ഒരു പക്ഷേ അത് നിങ്ങളോട് പറയുന്നുണ്ടാകില്ല. പക്ഷേ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്, നിങ്ങൾ എന്തിനാണ് വയനാട് വന്നത്, നിങ്ങൾ വന്നതിന് ശേഷവും അവിടെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നോ നല്ല വാക്കുകളൊന്നുമല്ല. നിങ്ങൾ ചിലരെയൊക്കെ പഴി പറയാനും കുറ്റപ്പെടുത്താനും വേണ്ടി മാത്രം അവിടെ വന്നു കുറച്ച് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു. എന്തായാലും സുരേന്ദ്രൻ ഗംഭീരമായിട്ടുള്ള ഒരു കുറിപ്പ് കൂടെ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ FB പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറിപ്പ് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കഴിഞ്ഞ 7 ദിവസമായി ഞങ്ങൾ വയനാട്ടിലുണ്ട്, വയനാട്ടുകാരോടൊപ്പമുണ്ട്. മാധ്യമങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇല്ലെന്നു കരുതരുത്. ദുരിതത്തിൽ കഴിയുന്നവർക്കും ദുരന്ത നിവാരണത്തിനിറങ്ങിയവർക്കുമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം മാത്രമാണ് ഞങ്ങളുടെ സന്തോഷം. കണ്ണീരിനിടയിലും കണ്ണുനീർ തുടക്കുന്നതിന്റെ സംതൃപ്തി. മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഇതിനിടയിൽ പുത്തുമലയിലെ ദുരന്തത്തിനിരയായ ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. അന്ന് വാഗ്ദത്തം ലഭിക്കപ്പെട്ട പലരും ഇപ്പോഴും അതൊന്നും ലഭിക്കാതെ അശരണരായി കഴിയുന്നു എന്നതാണ് സത്യം. കവളപ്പാറയിലും പൊട്ടിമുടിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആദ്യത്തെ ആവേശമൊന്നും സർക്കാരിന് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ പിന്നീടുണ്ടാവുന്നില്ല എന്നതാണ് സത്യം. ഇതേ ചൂരൽമലയിൽ 1984 ഉരുൾപൊട്ടിയിരുന്നു.
മരണസംഖ്യ തുലോം കുറവായിരുന്നു എന്നത് ശരി. അന്നൊരു പ്രമുഖ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ലേഖനം ഇന്ന് ചില പത്രങ്ങളെങ്കിലും പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പുത്തുമല ദുരന്തത്തിനു ശേഷം കേരള സർക്കാർ പുറത്തിറക്കിയ വിദഗ്ധ സമിതി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ പറഞ്ഞ ഒരു കാര്യവും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അനധികൃത കയ്യേറ്റവും അതിരുവിട്ട കോറിയുങ്ങും നിർബാധം തുടരുകയാണ്. വയനാട്ടിലെങ്ങും ഭൂപേന്ദ്ര യാദവിനെ ബള്ളു പറയാൻ ഒരു സുഖമുണ്ട്. പക്ഷേ സത്യം സത്യമായി നിലനിൽക്കും. ഈ പോസ്റ്റിനടിയിൽ വന്നു തെറി വിളിക്കുന്ന സുഡു കൊങ്ങികളോടും ഒരു കാര്യം പറയുന്നു. ഓരോ ദുരന്തത്തിലും പിണറായി വിജയനും കമ്പനിയും മലയാളികളെ കബളിപ്പിക്കുകയാണ്. 1617 കോടി രൂപ ദുരന്ത നിവാരണത്തിന് മുൻപുള്ള ദുരന്ത പ്രതിരോധത്തിന് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇതിൽ വെറും 6 കോടി രൂപ മാത്രമാണ് സർക്കാർ ഈ ദുരിത സമയത്തും വയനാടിന് നൽകിയിട്ടുള്ളത്. പുത്തൂർ വയലിലെ ഒരു കോളനിയിൽ വന്ന് ആദിവാസി സഹോദരങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇതേ ദിവസം സുമനസായ ഒരു പോലീസുകാരൻ പരിശ്രമിച്ചു എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് എന്നോട് ഇന്ന് പറയുകയുണ്ടായി, കളക്ടറുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ നിർദ്ദേശമുണ്ടായിരുന്നു എന്ന് വ്യക്തം. എന്നാൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരു നടപടിയും ഉണ്ടായില്ല. 20 സെന്റിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയാൽ ഉരുൾപൊട്ടുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് 300 സെന്റിമീറ്ററിലധികം മഴ പെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയ ഇന്ത്യ മുന്നണിയുടെ വാർഡ് മെമ്പറാണ് ചൂരൽമലയിലുള്ളത്. അയാൾക്കും അവിടെ എല്ലാ പരിസ്ഥിതി നിയമങ്ങളും കാറ്റിൽ പറത്തി ഒരു ഹോം സ്റ്റേ നടത്താനാവുന്നു എന്നത് നാം കാണാതിരുന്നുകൂടാ. അയാൾ വീട് വെച്ച് താമസിക്കുന്നതാവട്ടെ ഒരു കാലത്തും ഉരുൾപ്പെട്ടില്ലെന്ന് ഉറപ്പുള്ള മേപ്പാടി ടൗണിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തും. മലയാളി എല്ലാത്തിലും മേനി നടിക്കും. എന്നാൽ എപ്പോഴും എല്ലാ കാലത്തും വഞ്ചിക്കപ്പെടുന്നതും നമ്മൾ മലയാളികൾ തന്നെ. ഇത് കേരളമാണ്. ഇവിടെ ഇതൊന്നും നടക്കില്ലെന്ന് നമുക്ക് ലോകത്തോട് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതായത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു FB പോസ്റ്റാണ്. ആ FB പോസ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി ഞാനിവിടെ കണ്ണീരൊപ്പുകയായിരുന്നു. ഇവിടെ ഒരുപാട് ദുഃഖങ്ങൾക്കിടയിലും കണ്ണീരൊപ്പുന്നതിന്റെ ഒരു സംതൃപ്തി അതെനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ നല്ല തള്ളാണ്. മാത്രമല്ല ഒരു മുൻകൂർ ജാമ്യം കൂടെ ഈ കുറിപ്പിലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ പോസ്റ്റിനടിയിൽ വന്ന് തെറി വിളിക്കുന്ന കമ്മി കൊങ്ങി സുഡുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തെറി ഉറപ്പാണെന്ന് സുരേന്ദ്രന് നന്നായി അറിയാം. ഇവിടെ BJP-കാർക്ക് തെറി പറയാൻ കഴിയില്ല. കാരണം സ്വന്തം നേതാവായി പോയല്ലോ. പരസ്യമായി സ്വന്തം ഐഡിയിൽ നിന്ന് വന്ന് എങ്ങനെയാണ് തെറി വിളിക്കുന്നത്? അതുകൊണ്ട് തൽക്കാലം അവർ അടങ്ങി എന്ന് വേണം കരുതാൻ. അല്ല, എന്തായാലും ഇനി അവരാരെങ്കിലും മറ്റ് ഐഡികളിൽ നിന്ന് വന്ന് തെറി വിളിച്ചിട്ടുണ്ടോ എന്ന കാര്യം അത് സുരേന്ദ്രന് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ വിളിച്ചവർക്ക് മാത്രമേ അറിയൂ. എന്തായാലും ഈ ഒരു പോസ്റ്റ് കണ്ടാൽ BJP-കാർക്കും തെറി വിളിക്കാൻ തോന്നും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.